ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊരു സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റഡി മാത്രമല്ല കേട്ടോ, അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ പേരും ആഫ്റ്റർ ഡെലിവറിയുള്ള എൻ്റെ സ്റ്റഡീസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് രണ്ടുപേർക്കും ഫുഡെല്ലാം കൊടുത്ത് അവർ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ 12:30 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഡെയിലി ഇതുപോലെ കിട്ടുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള എൻ്റെ ഒരു സ്റ്റഡി ടൈം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മെയ് 11-ാമത്തെ തീയതിക്കാണ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാമാണ്. എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എക്സാം കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എവിടെയും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കുറേയൊക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ പെൻഡിങ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ റിവിഷൻ പ്ലാനെല്ലാം സ്കിപ്പ് ചെയ്ത് തീരുന്ന പോലെ തീരട്ടെ എന്ന് വിചാരിച്ച ഓരോ ടോപ്പിക് എടുത്തിട്ട് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേൾഡ് ജോഗ്രഫിയുടെ കുറേ നോട്ട്സ് ഞാൻ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു. അന്ന് ഞാൻ റിവിഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ടോപ്പിക് അങ്ങനെ കവർ ചെയ്ത് സിലബസ് അങ്ങനെ കവർ ചെയ്ത് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യമാണ് ഇനിയുള്ള ദിവസങ്ങളിലാണ് ഞാനിതെല്ലാം റിവിഷൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഞാൻ എഴുതി കൂട്ടിയ കുറേ നോട്ട്സാണ്. അപ്പോൾ 2 ബുക്കുകളോളം ഇതുപോലത്തെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് നറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ടൈമിൽ എനിക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ടൈമും ഇല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ അന്ന് ഞാനിത് എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പറ്റില്ല എന്നായിരുന്നു കേട്ടോ. കാരണം ഡിഗ്രി പ്രിലിംസ് 13-ാം തീയതി ഏപ്രിൽ 13-നും ഏപ്രിൽ 27-നോ അങ്ങനെ എന്തോ ആയിരുന്നു ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പിന്നെ എഴുതുന്നില്ല എന്ന് വിചാരിച്ചത്. പിന്നെ ഇലക്ഷനൊക്കെ കാരണം കൊണ്ട് ആ ഒരു പരീക്ഷ മാറ്റി വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഗുണകരമായി മാറി എന്ന് വേണം പറയാൻ. അല്ലാതുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എക്സാം വരുമ്പോഴത്തേക്ക് ഞാനത് എഴുതാൻ പോവില്ലായിരുന്നു മിക്കവാറും എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ 2 മാസമൊക്കെ ആവാറായി. ബേബിയുടെ ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞു കേട്ടോ. 2 ദിവസം മുമ്പ് ഫസ്റ്റ് വാക്സിൻ ആയിരുന്നു. അപ്പോൾ ബേബി അതിനുശേഷം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ എക്സാമിന് ഇനിയും ടൈം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും എക്സാം എഴുതാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യമായിട്ട് ആഗ്രഹിച്ച് അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച് ഹാർഡ് വർക്ക് ചെയ്ത ഒരു കാര്യം നമുക്ക് നേടാൻ വേണ്ടിയിട്ട് ഈ ലോകം തന്നെ നമുക്ക് വഴിയൊരുക്കി തരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിതിനെ കാണുകയാണ് കേട്ടോ. കാരണം ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയത് കാരണം ഞാൻ അങ്ങനെ വിചാരിച്ച് അത്രയേ ഉള്ളായിരുന്നു. എന്നാലും എനിക്കതിൽ നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിരുന്നാണല്ലോ എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഈ വർഷം എന്തായാലും എഴുതണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ ആവും ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി എനിക്ക് ഇപ്പോൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാലും ഈ ഒരു എക്സാം എഴുതുന്ന ആ ഒരു അവസരം എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയോ പരിമിതികളുണ്ട് ഇപ്പോൾ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് തന്നെ എൻ്റെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇതെനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ട്രൈ ചെയ്യാതെയല്ല എനിക്കത് കിട്ടാതിരുന്നത് എന്നൊരു കുറ്റബോധം എനിക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? എക്സാം അടുത്താകാറായതോടെ എല്ലാവരുടെയും ആ ഒരു പീക്ക് ലെവൽ അങ്ങോട്ട് കുറഞ്ഞു എന്നാണ് എനിക്ക് പൊതുവെ തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറേ പേരൊക്കെ വഴുതിപ്പോയിട്ടുണ്ട് പല കാര്യങ്ങൾ. ഇപ്പോൾ ഓരോ കാര്യങ്ങളിലേക്ക് അഡിക്റ്റ് ആയതുപോലെയൊക്കെ ഞാനും കുറച്ച് ദിവസം മുമ്പ് വരെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോയിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റായിട്ട് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത പോലെയൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതൊന്ന് വന്നു. അതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അഡിക്റ്റായി പോയിട്ട് എക്സാമിനോട് അടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചൂട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
കാരണം ഞാൻ കുറേ കമൻറ്റ് കണ്ടിരുന്നു, ഇപ്പോൾ എക്സാം അവിടെ അടുക്കാറാകുമ്പോഴത്തേക്കും മോട്ടിവേഷൻ തീരെ ഇല്ല, ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എക്സാമിനോട് അടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ പേടി വരേണ്ടതും കൂടുതൽ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചതും. കാരണം ഈ വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെയും എനിക്ക് സ്റ്റഡി റിലേറ്റഡുള്ള കാര്യത്തിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവും. പിന്നെ അതുപോലെ എക്സ്ട്രാ ഡ്രാമാസ് കാണുന്നതിൽ നിന്ന് ചെറിയൊരു റിലാക്സേഷൻ കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് നന്നായിട്ട് റിവിഷൻ ചെയ്യുവാണ്. ജോഗ്രഫിയുടെ റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് പല കാര്യങ്ങളും ഒരു ശതമാനം പോലും എൻ്റെ തലയിൽ കയറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് വായിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പോലും ചില ടോപ്പിക്കുകൾ തോന്നുന്നത്. ചിലതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മിക്കതും എൻട്രിയുടെ ക്ലാസ് നോക്കിയിട്ട് ഇതിപ്പോൾ വേൾഡ് ജോഗ്രഫി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻട്രിയുടെ ക്ലാസ് നോക്കിയിട്ട് തന്നെയാണ് എഴുതിയത്. റാങ്ക് ഫയൽ അധികം റെഫർ ചെയ്തിട്ടില്ല. ഇന്ത്യൻ ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ക്ലാസ്സുകൾ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചില സബ്ജക്റ്റുകൾ എൻട്രിയുടെ നോക്കിയിട്ടും ചിലതിൽ റാങ്ക് ഫയൽ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കുറേ നമുക്ക് പുതിയ കാര്യങ്ങളാണ്. ഞങ്ങൾ ഇത്ര നാളും PSC പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് കംപ്ലീറ്റ് പുതിയതായിട്ടുള്ള കാര്യങ്ങളായത് കാരണം കൊണ്ട് പലതും എനിക്ക് ഓർമ്മയില്ല. പിന്നെ കുറേ കേട്ട് തന്നെ കുറേ നമ്മൾ ശീലിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു പഠനം എന്ന് പറയുന്നത്. എന്തായാലും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു പരിമിത സമയത്തിനുള്ളൂ. ഇപ്പോൾ മാക്സിമം ഞാനൊരു സബ്ജക്റ്റ് കവർ ചെയ്യാൻ ഒരു 3-4 ദിവസം എടുക്കുന്നുണ്ട്. എങ്കിൽ പോലും റിവിഷനാണെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് തീരുന്നൊന്നുമില്ല. എനിക്ക് ഇത്രയും സമയം എടുക്കുന്നുണ്ട്. കുറച്ച് സമയം മാത്രമല്ലേ എനിക്ക് കിട്ടുന്നുള്ളൂ. അത് കാരണം കൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ. പിന്നെ ഞാനിതിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചലഞ്ചർ ആപ്പിലാണ് ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ അതൊന്നും കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഞാൻ അതിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ നോക്കും. നമ്മുടെ ഒരു പഠിത്തം എത്രത്തോളം നമ്മുടെ തലയിൽ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല രീതിയിൽ സമയക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ സബ്ജക്റ്റുകളൊന്നും എനിക്കിതുവരെ തൊട്ട് നോക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ദിവസം ഒരു 10-36 ക്വസ്റ്റ്യൻസൊക്കെയാണ് മാക്സിമം ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ആ ഒരു ആപ്പിൽ കേട്ടോ. കാരണം സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആയത് കാരണം കുറച്ചും കൂടെ വായിച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ ടൈമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിലെല്ലാം ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഞാൻ മോട്ടിവേഷൻ ലെസ്സായിട്ടിരിക്കുന്നവരടുത്താണ് പറയുന്നത്. ഒരു ആപ്പിൽ തന്നെയാണ് ഒരു ദിവസം തന്നെ ഒരു 2000-2500 ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന അവരുടെ ലീഡർ ബോർഡ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ബാക്കിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. എത്രയൊക്കെ മോട്ടിവേഷൻ ലെസ്സായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് ഉയർന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ തെളിയിക്കാനുള്ള ഒരു ടൈമാണിത്. ഇനി വരുന്ന ഓരോ ദിവസങ്ങളും നമ്മളെ സംബന്ധിച്ച് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെയ് മുതൽ സെപ്റ്റംബർ വരെയൊക്കെ അത്രയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പരീക്ഷകൾ, നമ്മൾ വർഷങ്ങളോളം കാത്തിരുന്ന കുറേ പരീക്ഷകളാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മളിങ്ങനെ പിന്നോട്ട് വലിഞ്ഞ് നിൽക്കാൻ പാടില്ല. ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണം. നിങ്ങളും ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. എന്നാലും അത് ഉടനെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ടൈറ്റായിട്ടാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം കൊണ്ട് എൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഡിലേ ആവും. എങ്കിൽ പോലും ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു വീഡിയോ കുറേ ദിവസം മുമ്പ് എടുത്താണ് കേട്ടോ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ മോളുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം എടുത്താണ്. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവളുടെ വാപ്പ വാങ്ങിച്ചു കൊടുത്താണ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം അതിൻ്റെ മേലെ തന്നെയാണ്. ഒരു ദിവസം അതിൻ്റെ മേലെ നിന്ന് വീഴുകയും ചെയ്തു. എന്നാലും അതിൻ്റെ മേലെ തന്നെയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനൊന്നും അറിയുന്നില്ല കേട്ടോ. അവളുടെ കാലം അതിലെത്തുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മുടെ മോളുടെ ബർത്ത്ഡേയുടെ കേക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. നമ്മൾ മോഡൽ കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ അവർ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ കോമ്പിനേഷൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്.
അതായത് ആ ഫ്ലവറിൻ്റെ കളറെല്ലാം വേറെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഒരു കുഴപ്പമില്ല, അതുപോലെയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കടയിൽ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് നമ്മൾ. അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്തു. പിന്നെ ഒരുപാട് പേര് വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും താങ്ക്സ്. പിന്നെ മോൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അവൾക്ക് 2 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 വയസ്സായിട്ടുണ്ട്. പിന്നെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിളായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മൾ റെയിൻബോ കേക്കായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അന്നത്തെ ദിവസം രാവിലെ ആട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം തന്നെ വേറൊരു കേക്കും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് അതെൻ്റെ സിസ്റ്റർ വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അത് നട്ടി ബബിൾ കേക്കായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ 2 കേക്കുകളിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഈ ഒരു നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് കഴിക്കുന്നുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും കേക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞോടെ അന്നത്തെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, മോളുടെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ്. ഞാൻ മോൾക്ക് മിക്കവാറും ഡ്രസ്സുകളൊക്കെ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് കേട്ടോ എടുക്കാറുള്ളത്. പൊതുവേ ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും അവൾക്ക് അങ്ങനെ ഡ്രസ്സുകൾ എടുക്കാറില്ല. എടുക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ. അവിടെ നിന്ന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അതിൽ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര ജിഗിജിഗാന്നുള്ള ഡ്രസ്സുകൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ശ്വാസം മുട്ടലാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എനിക്ക് അന്നത്തെ ദിവസം വൈകുന്നേരമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഡെക്കറേഷനൊന്നുമില്ല. എനിക്ക് പൊതുവെ കുട്ടികൾക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് കുറച്ച് ഹെവി ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ ഒരിക്കലും ഇട്ട് കൊടുത്തിട്ടേ ഇല്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പിന്നീടും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പോലെ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.